ഹായ് നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ CSEB ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു PYQ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 1080/2026 നമ്മുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. കോഡ് ഏതാണ്? 1080/2026 ചോദ്യ പേപ്പറുകൾ. ആദ്യത്തെ 5 ചോദ്യങ്ങളാണ് നമ്മൾ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. സമയം ഒട്ടും വേസ്റ്റ് ആക്കണ്ട, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. എന്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? നോക്കൂ, ഇൻ എ സർട്ടൻ കോഡ് കെപ്റ്റ് ഈസ് കോൾഡ് ആസ് LFQU എന്നാണ് തന്നിരിക്കുന്നത്. മേക്ക് ഈസ് കോൾഡ് ആസ് NBLF. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ എന്ന് പറയുന്ന വേർഡിനെ നമുക്ക് ഏത് രീതിയിൽ കോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മളിവിടെ ഇത് എലിമിനേഷൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മൾ ഇതുപോലെ കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം എലിമിനേഷൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഫസ്റ്റ് ലെറ്റേഴ്സ് നോക്കിയാൽ എല്ലാം E ആണ്. അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ലെറ്റർ PPPT ആണ്. അപ്പോൾ നമുക്ക് ഒന്നിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. അടുത്ത് നോക്കിയേ, തേർഡ് ലെറ്റർ DCDD സെയിം ആണ്. UVKU. അപ്പോൾ നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ലെറ്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ എത്രാമത്തെ ലെറ്റർ കണ്ടുപിടിച്ചാൽ മതി? 1 2 3 4 ഫോർത്ത് ലെറ്റർ കണ്ടുപിടിച്ചാൽ മതി. ഇനി എന്താണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന റിലേഷൻ എന്ന് നമുക്ക് നോക്കാം. എന്ത് റിലേഷനാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത്? നോക്കൂ, നമ്മൾ കെയുടെ സ്ഥാനത്ത് ഇവർ എഴുതിയിരിക്കുന്നത് L ആണ്. അപ്പോൾ കെയുടെ സ്ഥാനത്ത് L എഴുതിയിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ ശരിക്കും സംഭവിക്കുന്നത്? നോക്കൂ, JKL, കെയിനോട് 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് വന്നിരിക്കുന്നു? L വന്നിരിക്കുന്നു. ഈനോട് 1 ആഡ് ചെയ്തു, EF. അത് തന്നെയാണ് PQTU. അപ്പം ഓരോ ലെറ്ററിനോടും 1 ആഡ് ചെയ്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഇവരുടെ കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, മേക്ക് എമ്മിനോട് 1 ആഡ് ചെയ്തു MN അല്ലേ. അടുത്ത് എയിനോട് 1 ആഡ് ചെയ്തു B വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡ് എന്തായിരിക്കും? ഓരോ ലെറ്ററിനോടും 1 കൂട്ടി പോയിരിക്കുന്ന സീരീസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമുക്കിവിടെ നോക്കാമല്ലോ. എത്രാമത്തെ ലെറ്ററാണ്? 1 2 3 4. ഫോർത്ത് ലെറ്ററാണ് നമ്മൾ നോക്കേണ്ടത്. ഫോർത്ത് ലെറ്റർ RSTU. T കഴിഞ്ഞാൽ U ആണ് വരേണ്ടത്. അപ്പോൾ U ആണ് വരേണ്ടതെങ്കിൽ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും? U ആണ് വരേണ്ടതെങ്കിൽ ഈ ഓപ്ഷനെയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി നോക്കൂ, അടുത്തത് സെയിം തന്നെയാണ്, P തന്നെയാണ്. അപ്പോൾ ഇവിടെ കിടക്കുന്ന എന്തുവാണ്? S ആണ് കിടക്കുന്നത് അല്ലേ. നോക്കൂ, EPDU. അപ്പോൾ രണ്ടെണ്ണത്തിലും U ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് സെക്കൻഡ് ലെറ്റർ കൂടി നോക്കാം. ഈ Pയും ഈ Tയും ആണോ നമുക്ക് നോക്കാം. സെക്കൻഡ് ലെറ്റർ കൂടി നമുക്ക് നോക്കിയാൽ മതി. ബാക്കിയെല്ലാം ഓക്കെ, ഏകദേശം സെയിം ആണ്. സെക്കൻഡ് ലെറ്റർ നോക്കാം. O ആണ്. LMNOP. O കഴിഞ്ഞാൽ അടുത്ത് എന്തായിരിക്കണം? P ആയിരിക്കണം. ഇവിടെ P ഉണ്ട്, ഇവിടെ T ഉണ്ട്. സോ ഇതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. മുഴുവൻ നമ്മൾ എന്ത് ചെയ്യേണ്ട? നമ്മൾ ആൻസർ കണ്ടുപിടിക്കേണ്ട. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ നോക്കിയിട്ട് ഓപ്ഷൻ എലിമിനേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് D എന്ന് പറയുന്ന ഓപ്ഷനും നമുക്ക് ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ A ആണ്. ഓപ്ഷൻ A ആണ് അവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഡീകോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ, കോഡിങ്ങും ഡീകോഡിങ്ങും ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആൽഫബറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ CSEB എക്സാമിനും ഇപ്പോൾ ചോദിച്ചു വരുന്നുണ്ട്. നമ്മൾ PYQ ഇങ്ങനെ സോർട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ എക്സാമിനും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ചോദിച്ചു വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് എന്ന് പറയുന്നത് ആൽഫബറ്റും ആൽഫബറ്റ് സീരീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയും, ഇൻ 2 hours 2 മണിക്കൂറാണ് ദ മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് റൊട്ടേറ്റ് ത്രൂ ആൻ ആംഗിൾ ഓഫ് എത്ര ഡിഗ്രി എന്നാണ് നമ്മളിത് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഒരു ക്ലോക്ക് ഉണ്ട്. ഈ ക്ലോക്കിലെ മിനിറ്റ് ഹാൻഡ് 2 hours റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി കറങ്ങുമെന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, ഇതാണ് നമ്മുടെ മിനിറ്റ് ഹാൻഡ് എന്ന് വിചാരിച്ചോളൂ. മിനിറ്റ് ഹാൻഡ് 12 നിൽക്കുന്നു. ഇവിടെ നിന്ന് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മിനിറ്റ് ഹാൻഡ് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ
360 ഡിഗ്രിയാണ് കറങ്ങുന്നത്. ഒരു തവണ മിനിറ്റ് ഹാൻഡ് ഒരു തവണ പൂർണ്ണമായി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പൂർണ്ണമായി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി സഞ്ചരിച്ചു എന്ന് പറയാൻ പറ്റും നമുക്ക്? 360 ഡിഗ്രിയാണ് അവിടെ ട്രാവൽ ചെയ്തത്. അങ്ങനെ 2 മണിക്കൂർ ട്രാവൽ ചെയ്തു എങ്കിൽ ആദ്യം ഒരു 360 ട്രാവൽ ചെയ്തു, വീണ്ടും ഒരു 360 കൂടി ട്രാവൽ ചെയ്തു. സോ 360 × 2 ആണ്. സോ നമുക്ക് അവിടെ ആൻസർ വരേണ്ടത് 720 ആയിരിക്കണം. 720 ഡിഗ്രിയാണ്. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് വൺ. ഓക്കെ, ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ക്ലോക്കിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻ. സാധാരണ ക്ലോക്കിന് എന്ത് ചോദിക്കാറില്ലായിരുന്നു? ഇതുപോലെ സൂചികൾ റൊട്ടേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ലായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മിനിറ്റിൽ നമ്മുടെ സെക്കൻഡ് സൂചി എന്താണ്? സെക്കൻഡ് സൂചി ഒരു മിനിറ്റിൽ എത്ര ഡിഗ്രി നമ്മൾ കറങ്ങും? സെക്കൻഡ് സൂചി അറിയാലോ, ടിക് 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 എന്ന് പറഞ്ഞു പോകുന്ന. ഒരു മിനിറ്റ് ആകണമെങ്കിൽ സെക്കൻഡ് സൂചി ഒരു റൗണ്ട് പൂർത്തീകരിക്കണം. അപ്പം സെക്കൻഡ് സൂചിയാണ് എങ്കിൽ എത്ര ഡിഗ്രി കറങ്ങും? അവിടെ നമുക്ക് എത്രയെന്ന് പറയാൻ പറ്റും? 360 ഡിഗ്രി എന്ന് പറയാൻ പറ്റും. അപ്പം മിനിറ്റ് സൂചി ഒരു മിനിറ്റിലാണേ. മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ എത്ര കറങ്ങും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു മിനിറ്റ് ആകണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരൊറ്റ ഇത് മാത്രമേ വരത്തുള്ളൂ അല്ലേ? ഒരു മിനിറ്റ് അല്ലേ? ഒരു മിനിറ്റിൽ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി കറങ്ങുമെന്ന് പറയാനായിട്ടാണ് എങ്കിൽ നമുക്ക് പറയാൻ പറ്റും, നമുക്ക് 6 ഡിഗ്രി എന്ന് പറയാനായിട്ട് പറ്റും. 6 ഡിഗ്രിയാണ് കറങ്ങുന്നത്. ഓക്കെ, 6 ഡിഗ്രി അല്ലേ? 6 അല്ലേ? നോക്കാം. നമുക്ക് 5 മിനിറ്റിൽ നോക്കൂ. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടത്രയും കറങ്ങുന്നു. 5 മിനിറ്റിൽ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. സോ 30 ഡിഗ്രി ബൈ 5 എത്രയെന്ന് പറയാം? 6 ഡിഗ്രി എന്ന് പറയാം. അപ്പോൾ മിനിറ്റ് സൂചിയാണെങ്കിൽ 6 ഡിഗ്രി എന്ന് പറയാം. ക്ലിയർ ആണേ? അപ്പോൾ നമുക്ക് ഇത് ഒരു മിനിറ്റിലാണ്. അടുത്തത് 1 അവർ. 1 അവറിൽ സെക്കൻഡ് സൂചി എത്ര കറങ്ങും? അത് 360 ഡിഗ്രി × 60 ആണ്. 60 വട്ടം കറങ്ങണം അല്ലേ? 360 × 60 ആണ്. അപ്പം മിനിറ്റ് എത്രയായിരിക്കും? 180 ആണ്. സോറി, 180 അല്ല, 360 ഡിഗ്രിയാണ് എന്ന് പറയാം. 360 ഡിഗ്രി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളത് മനസ്സിലാക്കിക്കോണം. അതായത് ഒരു മിനിറ്റിൽ സെക്കൻഡ് സൂചി 360 ഡിഗ്രി കറങ്ങുന്നു. എന്നാൽ മിനിറ്റ് സൂചി 6 ഡിഗ്രിയാണ് കറങ്ങുന്നത്. എന്നാൽ ഒരു മണിക്കൂറിൽ സെക്കൻഡ് സൂചി 360 × 60 ഡിഗ്രി എന്ത് ചെയ്തു? കറങ്ങുന്നു. നമുക്ക് മിനിറ്റ് സൂചിയാണെങ്കിൽ 360 ഡിഗ്രി കറങ്ങുന്നു എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി മണിക്കൂർ സൂചി ഉണ്ടല്ലോ, അവർ ഹാൻഡ്. മണിക്കൂർ സൂചി, ഈ അവർ ഹാൻഡ് ഉണ്ടല്ലോ, അവർ ഹാൻഡ് മണിക്കൂർ സൂചി 12 അവേഴ്സ് കറങ്ങുമ്പോഴാണ് 360 ഡിഗ്രി കറങ്ങുന്നത്. 12 അവേഴ്സ് ആകുമ്പോഴാണ് 360 ഡിഗ്രി കറങ്ങുന്നത്. എന്നാൽ ഒരു ഡേയിൽ ഇത് എത്ര ഡിഗ്രി കറങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 720 ഡിഗ്രി കറങ്ങും എന്ന് പറയാൻ പറ്റും. ഒരു ഡേയിൽ 720 ഡിഗ്രിയാണ് കറങ്ങുന്നത് എന്ന് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളുക കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. സ്റ്റാർട്ടിങ് ഫ്രം പോയിന്റ് Q, അബു വാക്ഡ് 25 meters ടുവേഴ്സ് വെസ്റ്റ്. സോ അപ്പം ഡയറക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡയറക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡയറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പം ഞാൻ എന്ത് വിളിക്കുന്നു? ആദ്യം നമുക്ക് ഡയറക്ഷൻ വേണം അല്ലേ? അപ്പം നമ്മുടെ ഡയറക്ഷൻ NSV, നോർത്ത്, വെസ്റ്റ്, സൗത്ത്, ഈസ്റ്റ്. ഓക്കെ, ഇനി നോക്കാം. സ്റ്റാർട്ടിങ് എ പോയിന്റ് Q എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെയാണ് Q എന്ന് വിചാരിച്ചോളൂ. ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ 25 meters ടുവേർഡ്സ് വെസ്റ്റ്. അപ്പോൾ എങ്ങോട്ട് പോയി? വെസ്റ്റിലേക്കാണ് പോയത്. 25 meters ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 25 meter വെസ്റ്റിലേക്ക് പോയി എന്ന് പറയാം. ഇനി എന്താണ് ടുവേർഡ്സ് ദ വെസ്റ്റ്? ഹി ടേൺഡ് ലെഫ്റ്റ് ആൻഡ് വാക്ക്ഡ് 20 meters. അദ്ദേഹം വെസ്റ്റിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വെസ്റ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾ എന്ത് ചെയ്തു? ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് 20 meter ട്രാവൽ ചെയ്തു. അപ്പോൾ അങ്ങോട്ട് നോക്കി നിൽക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് നേരെ താഴേക്കാണ്. താഴേക്ക് നീട്ടി എന്താണ്? 20 meter ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ 20 meter ട്രാവൽ ചെയ്തു. 20 meter. ഓക്കെ,
ഹി ടുക്ക് അനദർ ലെഫ്റ്റ്, വീണ്ടും എന്ത് ചെയ്തു, വീണ്ടും ലെഫ്റ്റിലേക്ക് തന്നെ തിരിഞ്ഞു. അപ്പോൾ താഴേക്ക് നോക്കി നിൽക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ലെഫ്റ്റ് എങ്ങോട്ടായിരിക്കും, അങ്ങോട്ടായിരിക്കും അല്ലേ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വീണ്ടും തിരിയുന്നു. ഹി ടുക്ക് അനദർ ലെഫ്റ്റ് ആൻഡ് വാക്ക്ഡ് 25 മീറ്റർ. വീണ്ടും എന്ത് ചെയ്തു, പുള്ളിക്കാരൻ 25 മീറ്റർ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി. 25 മീറ്റർ ആണ് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി. ഓക്കെ, ദെൻ ടേൺഡ് ടുവേർഡ്സ് റൈറ്റ്, വീണ്ടും എന്ത് ചെയ്തു, റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു. റൈറ്റ് സൈഡിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടായിരിക്കും തിരിയുന്നത്, റൈറ്റ് സൈഡിലേക്ക്. അങ്ങോട്ട് നോക്കി നിൽക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് താഴേക്കാണ്. റൈറ്റിലേക്ക് തിരിഞ്ഞതിന് ശേഷം എന്ത് പറയുന്നു, ദെൻ ടേൺഡ് റൈറ്റ് ടുവേർഡ്സ് റൈറ്റ് ആൻഡ് വാക്ക്ഡ് 10 മീറ്റേഴ്സ്, 10 മീറ്റർ എന്ത് ചെയ്തു, താഴേക്ക് യാത്ര ചെയ്തു. 10 മീറ്റർ, 10 മീറ്റർ. ഓക്കെ, ഇനി എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ, ഹൗ ഫാർ ഈസ് അബു ഫ്രം പോയിന്റ് ക്യൂ ഹി ഫേസസ് നോർത്ത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഹൗ ഫാർ ഈസ് അബു ഫ്രം പോയിന്റ് ക്യൂ ഇൻ ഹി ഫേസസ് നോർത്ത്. അപ്പോൾ അദ്ദേഹം നോർത്തിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നു എങ്കിൽ, അദ്ദേഹം ഇനി എങ്ങോട്ട് ഫേസ് ചെയ്ത് നിന്നാലും നോക്കൂ, അദ്ദേഹം ഇവിടെ നിൽക്കുന്ന ആളാണെങ്കിൽ മുകളിലേക്ക് നോർത്തിലേക്ക് നോക്കി നിൽക്കുന്നുവെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദാ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഇവിടെ കാണേണ്ടത്. ഈ ഒരു ഡിസ്റ്റൻസ് എത്രയായിരിക്കും, ഇത്രയും ഭാഗം 10 മീറ്റർ ആണ്, ഇവിടെ നിന്ന് ഇത്രയും എത്രയാണ് 20 ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടും, 10 + 20 നമുക്ക് എത്രയും തരും, 30 മീറ്റർ എന്നാണ് ആൻസർ വരേണ്ടത്. 30 മീറ്റർ ഉണ്ട്. ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് വൺ. അപ്പോൾ 30 മീറ്റർ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ മറന്നുകൊണ്ട്, ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്മൾ വരയ്ക്കുമ്പോൾ ഈ 25 മീറ്റർ ഞാൻ വരച്ച കണ്ടോ, ഈ 25 മീറ്ററിൻ്റെയും ലെങ്ത് ഏകദേശം രണ്ടും ഒരേപോലെ ആയിരിക്കണം. നമ്മൾ വരയ്ക്കുമ്പോൾ ഏകദേശം ഒരു ധാരണയോടുകൂടി വേണം നമ്മൾ വരയ്ക്കാൻ. 25 മീറ്റർ കഴിഞ്ഞു. അടുത്ത നോക്കൂ, ഞാൻ 20 വരച്ചിരിക്കുന്നത് നോക്കിയേ, 25നെ കാട്ടി കുറവാണ്. 10ൻ്റെ പകുതിയേ ഉള്ളൂ ഏതെന്ന് പറയുന്നത്, 10 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സിലായിരിക്കണം നമ്മൾ വരയ്ക്കേണ്ടത്. നമ്മൾ ഏകദേശം ഒരു ധാരണയോടുകൂടി വേണം നമ്മളിത് വരയ്ക്കേണ്ടത്. വരച്ച് തന്നെ ചെയ്യണം. നമ്മളാണ് യാത്ര ചെയ്യുന്നത് എന്ന ഉറച്ച ബോധ്യത്തോടെ നമ്മളിപ്പോൾ ഇപ്പം നമ്മളിവിടെ അബുവിനെ കുറിച്ച് പറഞ്ഞാലും ശരി തന്നെ, ആരെക്കുറിച്ച് പറഞ്ഞാലും ശരി തന്നെ, നമ്മളാണ് യാത്ര ചെയ്യുന്നത് എന്ന രീതിയിൽ വേണം ഇത് വരയ്ക്കാൻ. വരച്ച് തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കൂ, ഇതിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചിലപ്പോൾ ചോദിക്കാം. ഇപ്പോൾ ഇദ്ദേഹം ഏത് ഡയറക്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നോക്കിയാൽ, ഇയാൾ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നുവെങ്കിൽ ഇയാൾ ഏത് ഡയറക്ഷനിലാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനായിരിക്കും, അദ്ദേഹം സൗത്തിലേക്കാണ് നോക്കി നിൽക്കുന്നത്. എന്നാൽ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ഇയാൾ ഏത് ഡയറക്ഷനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സൗത്തിലേക്ക് നോക്കി നിൽക്കുന്നു, ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഡയറക്ഷൻ വരയ്ക്കുന്നു, എവിടെയാണ്, സൗത്ത് ഡയറക്ഷനിലാണ് ഇദ്ദേഹം നിൽക്കുന്നത് എന്ന് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നമ്മൾ നോക്കണം കേട്ടോ. ഓക്കെ, ശരി, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി അടുത്ത് നോക്കിയേ, നോ ട്രൂ ഡെമോക്രാറ്റിക്സ് ഈസ് റൂഡ്. അപ്പോൾ നോ ട്രൂ ഡെമോക്രാറ്റിക് ഈസ് റൂഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടല്ലോ. ഇനി ബട്ട് സം മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആർ റൂഡ്. എന്നാൽ നോട്ട് ട്രൂ ഡെമോക്രാറ്റ്സ് ഈസ് റൂഡ്. ഓക്കെ, ഇനി അടുത്തത് ബട്ട് സം മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആർ റൂഡ് എന്ന് വെച്ചാൽ പാർലമെന്റിലുള്ള സം മെമ്പേഴ്സ് എന്താണ്, റൂഡ് ആണെന്ന് പറയുന്നു. ദെയർഫോർ അങ്ങനെയാണ് എങ്കിൽ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് സം ട്രൂ ഡെമോക്രാറ്റിക് ആർ റൂഡ് എന്ന് പറയുന്നു, സം മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആർ ഡെമോക്രാറ്റിക് എന്ന് പറയുന്നു. അത് കറക്റ്റ് ആണ് കേട്ടോ, ഇത് നമുക്ക് ശരിയാണ്. സം മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആർ ഡെമോക്രാറ്റ് തന്നെയാണ്. സം മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആർ നോട്ട് ട്രൂ ഡെമോക്രാറ്റ്, ഇതൊരിക്കലും നമുക്കിവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസല്ല. അടുത്ത നോ കൺക്ലൂഷൻ ക്യാൻ ബി ഡ്രോൺ. നമുക്ക് ഇതിനകത്ത് ഒരുപാട് കൺക്ലൂഷൻസ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി അടുത്തത്, അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് എൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സം ട്രൂ ഡെമോക്രാറ്റിക്സ് ആർ റൂഡ്. കറക്റ്റ് ആണ്. ഇത് നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു കൺക്ലൂഷൻ നമുക്ക് പറയാൻ പറ്റും, ഇത് നമുക്ക് പറയാൻ പറ്റും. സോ ഇത് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. സം മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആർ നോട്ട് ട്രൂ ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് അവിടെ എന്ത് വരേണ്ടത്, റൈറ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്. ദിസ് ഈസ് ദ റൈറ്റ് വൺ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ലുക്ക് അറ്റ് ദ ഫോളോയിങ് ആർ അണ്ടർലൈൻഡ് വേർഡ്. അപ്പോൾ നമുക്കൊരു അണ്ടർലൈൻഡ് വേർഡ് പറയുന്നുണ്ട്. ഫോർ ആൻസേഴ്സ് ചോയ്സ്, നമുക്കൊരു 4 ആൻസേഴ്സും പറയുന്നുണ്ട്. ഏതാണ് ഇതിനകത്ത് ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് വേണ്ടത്? നമുക്കിവിടെ സോയിങ് ആണ് തന്നിരിക്കുന്നത്, SOWING ആണ് നമുക്ക് തന്നിരിക്കുന്നത്. വിതയ്ക്കുക എന്നാണ് മീനിങ് വരുന്നത് അല്ലേ, വിതയ്ക്കുക എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിയേ, മാനർ ഉണ്ട്, വാട്ടർ ഉണ്ട്, സീഡ് ഉണ്ട്, ക്ലൈമറ്റ് ഉണ്ട്.
ഇപ്പോൾ വിതയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് നിൽക്കുന്നത് ഏതാണ്? സീഡാണ്. അതായത് വിത്തുണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വിതയ്ക്കാൻ പറ്റത്തുള്ളൂ. അവിടെ വാട്ടറിനോ ക്ലൈമറ്റിനോ ഒന്നും ഒരു ഇതില്ല. വിത്തുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിതയ്ക്കാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വിത്ത് മുളയ്ക്കുന്നതിനെ പറ്റി ആസ്പദമായിട്ടുള്ള കാര്യങ്ങളാണ് ക്ലൈമറ്റും വാട്ടറും മറ്റു കാര്യങ്ങളൊക്കെ. ഇപ്പോൾ സോ നമുക്ക് അവിടെ സീഡാണ് വേണ്ടത്. അങ്ങനെയാണ് എങ്കിൽ ദ റൈറ്റ് ആൻസർ ആയിട്ട് വരേണ്ടത് ഏതായിരിക്കണം? സീഡ് ആയിരിക്കണം. അവിടെ എന്താണ്? വിതയ്ക്കുവാൻ എന്ത് വേണം? വിത്ത് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ബി ആണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. ബി അല്ല ആൻസർ. ബി നമുക്ക് തെറ്റാണ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഏതായിരിക്കണം? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത് എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു? നമ്മൾ ഡിസ്കസ് ചെയ്തു. ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പം നമുക്ക് എക്സാമിന് ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഏതാണ് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ? ഇതുപോലെ വരുന്ന സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ വരുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അതൊരു പുതിയ ട്രെൻഡിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ സാധാരണ SSCക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. റീസണിങ്ങിന് കൃത്യമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ അപ്പോൾ നമ്മൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത 5 ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാം നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. ഓൾ ദി വെരി ബെസ്റ്റ്.